ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ഫാസിസ്റ്റ് സർക്കാരിനും ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും പുറകോട്ടു പോകേണ്ടി വരുമെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വം. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് പറഞ്ഞതായുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് സാംസ്കാരിക വിഭാഗം നേതാവ് MA ഷഹനാസ്. കോഴിക്കോട് കോർപ്പറേഷൻ 49ാം ഡിവിഷൻ ബേപ്പൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗം മുറുകി. മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് കൈത്താങ്ങായി CSOയുടെ 18ാമത് വീടിന് തറക്കല്ലിട്ടു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ഫാസിസ്റ്റ് സർക്കാരിനും ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും പുറകോട്ടു പോകേണ്ടി വരുമെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വം. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP ഗവൺമെന്റിന്റെ ഒരു പൊങ്ങച്ചമുണ്ടല്ലോ, ശക്തന്മാരാണ് അവർ, തീരുമാനിച്ചാൽ നടപ്പിലാക്കിയ തീരും, പുറകോട്ട് പോകില്ല, മോദി നിശ്ചയിച്ചാൽ നിശ്ചയം തന്നെ എന്നൊക്കെയുള്ള വർത്തമാനം നമ്മൾ സംഘപരിവാറിൻ്റെ എല്ലാ നാളുകളും മുഴക്കുന്നത് കേൾക്കാറുണ്ട്. ആ BJP ഗവൺമെൻറ്റാണ് പിൻവലിച്ചത്. കർഷക നിയമങ്ങൾ പിൻവലിച്ചതും ഇതേ BJP ഗവൺമെൻറ്റാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതൊക്കെ ഒന്ന് കണ്ടാൽ BJP ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിലും അവർക്കും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വയ്ക്കേണ്ടി വരും. ഇതുപോലെ അവർക്ക് മുന്നോട്ട് വയ്ക്കേണ്ട അടുത്ത ഘട്ടം ലേബർ കോഡ് ആകണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITC ഇടതുപക്ഷവും ഇതുപോലെ പ്രതീക്ഷിക്കുന്നത്. BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വം കോഴിക്കോട്ട് പറഞ്ഞു. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ഫാസിസ്റ്റ് സർക്കാരിനും ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും പിറകോട്ട് പോകേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ബിനോയ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡിൽ നിന്നും അവർ പിന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് പറഞ്ഞതായുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി വനിതാ പ്രസാധകയും കോൺഗ്രസ് സാംസ്കാരിക വിഭാഗം നേതാവുമായ MA ഷഹനാസ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സത്യത്തിൽ എനിക്ക് ഇത്രത്തോളം ഒരു സ്ത്രീയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കൃത്യമായിട്ട് അന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഇങ്ങനെ സ്ത്രീകളുടെ ഇൻബോക്സിൽ പോയിട്ട് മെസ്സേജ് അയക്കുന്നു എന്ന് മാത്രം അറിയാവുന്ന സമയമായിട്ട് പോലും ഞാൻ ഉള്ള കമ്മിറ്റിയിലെ പ്രസിഡന്റായ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാൻ പറ്റുന്ന രീതിയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയിൽ ഒരുപാട് പെൺകുട്ടികൾ കടന്നു വരാനുള്ളതാണ്. ആ കടന്നു വരവിനെ തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരാളെ പ്രസിഡന്റായിട്ട് വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോഴും ഞാൻ FBയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതാണോ ഒരു പെൺകുട്ടി ഇരയായിട്ട് വരികയാണെങ്കിൽ എല്ലാ കാലത്തും ഇരകൾക്കൊപ്പമാണ് എന്ന് ഞാൻ അന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൃത്യമായി അന്ന് ഒരു സ്ത്രീയും പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പരാതിയുമായി വന്നു കഴിഞ്ഞപ്പോഴാണ്, ആദ്യം പരാതിയുമായിട്ട് ഒരു സ്ത്രീ വന്നു, അവരെ പിന്നെ മെന്റലി നല്ല രീതിയിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന, അവരുടെ ഐഡന്റിറ്റി പുറത്താക്കുന്ന രീതിയിൽ സൈബർ മീഡിയയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണികൾ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എഴുതണമെന്ന് വിചാരിച്ചതാണ്. അതും കൂടി കഴിഞ്ഞാണ് ഈ പെൺകുട്ടിയുടെ ഒരു പരാതി കൂടി വരുന്നത്. അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് കോർപ്പറേഷൻ 49-ാം വാർഡ് ബേപ്പൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗം മുറുകി. സീറ്റിൽ വിജയം നിലനിർത്താൻ ഇടതുപക്ഷവും വാർഡ് പിടിച്ചെടുക്കാൻ UDF-ഉം NDAയും പ്രചരണം ശക്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷൻ 49-ാം ഡിവിഷൻ ബേപ്പൂർ നിലവിൽ CPIM സീറ്റാണ്. കഴിഞ്ഞ 5 വർഷമായി വാർഡിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയും വികസനം തുടരുമെന്ന് വാക്ക് നൽകിയുമാണ് വാർഡ് നിലനിർത്താൻ നിയോഗിക്കപ്പെട്ട CPIM സ്ഥാനാർത്ഥി രജനി തോട്ടുങ്കൽ വോട്ടർമാരെ കാണുന്നത്. നല്ല അഭിപ്രായമാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ ആൾക്കാർ നമ്മൾ വോട്ട് ചോദിച്ച് പോകുമ്പോൾ തന്നെ ഇങ്ങോട്ട് പറയുന്നത് തന്നെയാണ്. നിങ്ങൾ നടത്തിയ വികസന പ്രവർത്തനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിജയം ഉറപ്പാണെന്നുള്ള ജനങ്ങളുടെ അടുത്ത് നിന്നുണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തക, CPIM ബേപ്പൂർ ലോക്കൽ കമ്മിറ്റി അംഗം, നിലവിലെ കൗൺസിലർ തുടങ്ങിയ നിലകളിൽ പരിചയസമ്പന്നത ഉണ്ടെങ്കിലും വിജയിക്കാൻ കഠിന പരിശ്രമം ആവശ്യമാണ് വാർഡ് 49-ൽ. UDF സ്ഥാനാർത്ഥി KK സുരേഷ് തദ്ദേശ ഭരണ നിർവഹണത്തിൽ പരിചയസമ്പന്നനാണ്. നഗരസഭകളിലെ ഔദ്യോഗിക സേവനത്തിന് ശേഷം പൊതുരംഗത്തേക്കിറങ്ങിയ KK സുരേഷ് കോവിഡ് വ്യാപന വേളയിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. നിരവധി സംഘടനാ സാരഥിയായും പ്രവർത്തിക്കുന്ന KK സുരേഷ് വാർഡിലെ മാറ്റത്തിനായാണ് വോട്ട് ചോദിക്കുന്നത്. ജനകീയമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അത് ഗൃഹസന്ദർശന ഭാഗമായിട്ട് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് കൃത്യമായി ഈ തീരദേശ ഹൈവേ, അതിൻ്റെ നമ്മുടെ ഈ പ്രദേശത്ത് കടന്ന തീരദേശ ഹൈവേ, അത് വീട് നഷ്ടപ്പെട്ട, സ്ഥലം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുള്ള ഒരു ഏറ്റവും തുച്ഛമായ തുക, ഒരു 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്നലെ ബഹുമാനനായ ACC മെമ്പർ രമേശ് ചെന്നിത്തല വന്ന് പറഞ്ഞിട്ടുള്ളത് തീരദേശ ഹൈവേ എന്നുള്ള ഒരു നടപടി തന്നെ നമ്മൾ നിർത്തിവെച്ചുകൊണ്ട് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. NDA സ്ഥാനാർത്ഥി ഷിനു പിണ്ണാണത്ത് നാട്ടുകാർക്ക് സുപരിചിതനാണ്. യുവമോർച്ച യൂണിറ്റ് ചുമതല മുതൽ ജില്ലാ ഭാരവാഹി, BJP നിയോജക മണ്ഡലം സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ നിന്നും നിലവിൽ BJP ജില്ലാ ട്രഷററാണ്. മാറ്റത്തിനായി വോട്ടഭ്യർത്ഥിക്കുന്ന NDAയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ്. ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന സമയത്ത് കേന്ദ്ര പദ്ധതികൾ ഒന്നും അറിയാത്ത ജനങ്ങളാണ് ഈ വാർഡിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ജനപ്രതിനിധികൾ ആരും ഈ വാർഡിലേക്ക് എത്തിപ്പെടുന്നില്ല, ഈ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ നാട്ടിലെ വോട്ടർമാരോട് പറയാനുള്ളത്, എല്ലാ കേന്ദ്ര പദ്ധതികളും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ വാർഡിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ്. വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. ശേഷിക്കുന്ന ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണ്. ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് കൈത്താങ്ങായി CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18ാമത് വീടിന് തറക്കല്ലിട്ടു. MVR ക്യാൻസർ സെന്റർ വൈസ് ചെയർമാൻ PK അബ്ദുള്ളക്കോയ കല്ലിടൽ കർമ്മം നിർവഹിച്ചു.
കോഴിക്കോട് കടുപ്പിനി പതിയം തിരുത്തിയിൽ 3 സെന്റ് സ്ഥലത്താണ് സിഎസ്കോ അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് കൈത്താങ്ങാകുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനും MVR ക്യാൻസർ സെന്റർ വൈസ് ചെയർമാനുമായ PK അബ്ദുള്ള കോയ തറയിടൽ കർമ്മം നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സിഎസ്കോ പോലുള്ള സന്നദ്ധ സംഘടനകളെ ഒപ്പം ചേർത്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വീട് എല്ലാവരുടെയും സ്വപ്നങ്ങൾ തന്നെയാണ്. അത് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമാണ് അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ 18ാമത്തെ തറക്കല്ലാണ് ഇതിലിട്ടെന്ന് പറഞ്ഞു. ഇനി 25ആണ്. 10 18-ലെത്തി. ഇനി 25-ലേക്കാണ് ഇനി വരെ ലക്ഷ്യമുള്ളത്. സിഎസ്കോ വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് അലി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, ട്രഷറർ PP അബ്ദുള്ള കോയ, അഭയം ചെയർമാൻ PK മൊയ്തീൻ കോയ, CA ഉമ്മർ കോയ, P മുഹമ്മദ് കോയ, PM മെഹബൂബ്, CEV ഗഫൂർ, ആദം കാതിരിയത്ത്, PN വലീദ്, BV മാമുക്കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ തുറമുഖത്ത് വാഹന പ്രവേശന ഫീസ് വർധനവ് പിൻവലിക്കണമെന്ന് സവാസ്ക. ഈ ആവശ്യമുന്നയിച്ച് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ബേപ്പൂർ തുറമുഖത്ത് അശാസ്ത്രീയ വാഹന പ്രവേശന ഫീസ് വർധനവിനെതിരെ തുറമുഖത്തെ വിവിധ തൊഴിലാളി സംഘടനകളുടെയും ചരക്ക് ഏജന്റുമാരുടെയും സംഘടനയായ സെയിങ് വെസൽസ് ഏജൻസ് ആൻഡ് ഷിപ്മെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സവാസ്കയുടെ നേതൃത്വത്തിൽ പോർട്ട് ഓഫീസർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്കും വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകി. ഇന്ന് അത് ഗേറ്റിലെ വണ്ടി വാടക 48 രൂപ 100 രൂപയാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ 300 ഇരട്ടി വരെ വാർപ്പേജും പൈലറ്റേജും എല്ലാ കാര്യവും ചാനലൈസ് എല്ലാ കാര്യങ്ങളും വർദ്ധിപ്പിക്കുക എന്നുള്ള ഭാഗമായാണ് ഇതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ഇന്നത്തെ ഈ ഗേറ്റിലുള്ള അശാസ്ത്രീയമായ വർധനവും മുൻകൂട്ടി അറിയിക്കാതെ ഒരു വർധനവും വന്നു ചേർന്നത്. KV റഫീഖ്, N മുഹമ്മദ് നദീർ, P ബഷീർ, U ബാബു, PR മുകുന്ദൻ, അബ്ദുൾ സലീം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലയൺസ് ഇന്റർനാഷണൽ 318യുടെ നേതൃത്വത്തിൽ ഓർത്തോട്ടിക് ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി CRC ഹാളിൽ നടന്ന സമാപന ചടങ്ങിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ K ബൈജുനാഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകരിൽ 120 പേർക്കാണ് ലയൺസ് ഇന്റർനാഷണൽ 318യുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഓർത്തോട്ടിക് ഉപകരണങ്ങൾ കൈമാറിയത്. കോമ്പസിറ്റ് റീജിയണൽ സെന്ററിൽ നടന്ന ഓർത്തോട്ടിക് ക്യാമ്പിന്റെ സമാപന ചടങ്ങിലായിരുന്നു വിതരണം. CRC ഹാളിൽ നടന്ന ചടങ്ങിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K ബൈജുനാഥ് മുഖ്യാതിഥിയായി. അദ്ദേഹം ഓർത്തോട്ടിക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ലയൺസ് എന്നത് സേവനം എന്ന മഹത്തരമായ ചിന്തക്ക് ചിറകുകൾ നൽകുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ജൈവ മനുഷ്യർ എന്ന് വിളിച്ചത്. ജൈവ മനുഷ്യർ എന്ന് പറഞ്ഞാൽ തലയിൽ കണക്ക് സൂക്ഷിക്കാത്തവൻ എന്നാണ്, തലയിൽ കവിത സൂക്ഷിക്കുന്നവൻ എന്നാണ്. കവിത എന്നത് പാശ്ചാത്യത്തിലുള്ള കവിതയല്ല. കവിത എന്നത് മനുഷ്യനെ തൊടുന്നത് എന്നാണ്. ക്യാമ്പ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ MK ശശീന്ദ്രൻ അധ്യക്ഷനായി. CSR ഡയറക്ടർ ഡോക്ടർ KN റോഷൻ ബിജിലി, PS സൂരജ്, ഐപ്പ തോമസ്, PK ശ്രീധരൻ, വിശോഭ് പനങ്ങാട്, രാജേഷ് കുഞ്ഞപ്പൻ, PM ഷാനവാസ്, റീജ ഗുപ്ത, അക്ഷയ് കുമാർ, C പ്രണബ് തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പറയഞ്ചേരി അയ്യപ്പൻ വിളക്കിന് മുന്നോടിയായി അയ്യപ്പന്മാർക്ക് ഭിക്ഷ നൽകി പാരഗൺ ഉടമ സുമേഷ് ഗോവിന്ദ്. പറയഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഡിസംബർ 13 കോഴിക്കോട്ടെ പ്രശസ്തമായ പറയഞ്ചേരി അയ്യപ്പൻ വിളക്ക്. മണ്ടകത്തിങ്കൽ ബ്രദേഴ്സ് കിളിമംഗലം തൃശൂരാണ് വിളക്ക് സംഘം. 32ാമത് അയ്യപ്പൻ വിളക്കാണ് ഇത്തവണ ആഘോഷിക്കുന്നത്. വിളക്കിനായി വിപുലമായ ഒരുക്കങ്ങളാണ് പറയഞ്ചേരിയിൽ പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ നടക്കുന്നത്. വൃശ്ചിക മാസത്തിൽ എല്ലാ ദിവസവും അയ്യപ്പന്മാർക്കായി ഭിക്ഷ പന്തലിൽ ഒരുക്കുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറന്റ് സാരഥി സുമേഷ് ഗോവിന്ദ് ഭക്തർക്കായി ഭിക്ഷ നൽകി. പറയഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തരും സുമേഷ് ഗോവിന്ദും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഡിസംബർ 13 അയ്യപ്പൻ വിളക്ക് ദിവസം ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ തിടമ്പേറ്റുന്ന ഗജവീരന്മാരുടെയും താലപ്പൊലി, പഞ്ചവാദ്യം, കർപ്പൂരാഴി, വിവിധ ക്ഷേത്ര കലാരൂപങ്ങൾ എന്നിവയുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. 125ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളവും പെരിങ്ങോട് ചന്ദ്രനും സംഘവും ഒരുക്കുന്ന പഞ്ചവാദ്യവും അയ്യപ്പൻ വിളക്കിന് ചാരുതയേകും. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കും. ഭജനയും ഭക്തിഗാനമേളയും ലളിതാ സഹസ്രനാമ പാരായണവും വിളക്കിനോടനുബന്ധിച്ച് നടക്കും. അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായ ആചാരാനുഷ്ഠാന കർമ്മങ്ങൾക്കു ശേഷം ഡിസംബർ 14 ഗുരുതി സമർപ്പണത്തോടെ വിളക്ക് പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 27ാമത് സീനിയർ സ്റ്റേറ്റ് തൈക്കാണ്ടോ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 5, 6 തീയതികളിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. തൈക്കാണ്ടോ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ഡോക്ടർ വാസുകി IAS ഉദ്ഘാടനം നിർവഹിക്കും. 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തൈക്കാണ്ടോ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ വാസുകി IAS ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. സീനിയറിൽ വിവിധ വെയ്റ്റ് കാറ്റഗറിയിലായി 600ഓളം താരങ്ങളാണ് ഇതിൽ മാറ്റിവെക്കുന്നത്. 6-ാം തീയതിയാണ് ക്ലോസിംഗ് സെറിമണി. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ 27 ചാമ്പ്യൻഷിപ്പുകളിൽ 5ാം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും സൗത്ത് സോണും നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി വളരെ വിജയപ്രദമായി കോഴിക്കോട് ജില്ലയിൽ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ തൈക്കാണ്ടോ അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്ത ഗോബീസ് തൈക്കാണ്ടോ കൂടത്തുംപാറ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലാണ് 27ാമത് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. 600ഓളം കായിക താരങ്ങളും 100-ലധികം ടെക്നിക്കൽ ഒഫീഷ്യൽസും സംഘാടകരും കാണികളും ചേർന്ന് 2000-ലധികം ആളുകൾ പങ്കെടുക്കും. ഉദ്ഘാടന പരിപാടിയിൽ ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ O. രാജഗോപാൽ അധ്യക്ഷനാകും. സംസ്ഥാനത്തെ പ്രമുഖ തൈക്കാണ്ടോ ക്ലബ്ബുകളെയും ദേശീയ ചാമ്പ്യന്മാരെയും സീനിയർ മാസ്റ്റേഴ്സിനെയും ചടങ്ങിലെ മുഖ്യാതിഥികളെയും ആദരിക്കും. ഡിസംബർ 6 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കമാൽ വരദൂർ സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ O. രാജഗോപാൽ, കമാൽ വരദൂർ, A. മൂസ ഹാജി, മാസ്റ്റർ ഗോപിനാഥ്, മാസ്റ്റർ ജ്യോതിഷ്, ബിന്ദു M എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. ബോച്ചെ, സിനിമാ താരം അഞ്ജന പ്രകാശ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിലാണ് യൂണിറ്റ്.
DGM VL ജിജോ, CFO KA സ്വരാജ്, ജോസ് തോമസ്, ഗോകുൽദാസ് എന്നിവർ പങ്കെടുത്തു. ഉപഭോക്താക്കൾക്ക് ജ്വല്ലറി ഡിസൈനറുമായി നേരിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്നതിനാലും ഇടനിലക്കാർ ഇല്ലാത്തതിനാലും കുറഞ്ഞ വിലയിൽ മികച്ച നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലൂടെ സ്വന്തമാക്കാനാകും. മാനുഫാക്ചറിംഗ് പല സ്ഥലത്തുണ്ടെങ്കിലും ഇതിന്റെ പ്രത്യേകത വരുന്ന കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഷോക്കേസിൽ ഇല്ലാത്ത എന്ത് ഡിസൈൻ കാണിച്ചു തന്നാലും ഞങ്ങളുടെ കളക്ഷനിലാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഡിസൈൻ ആണെങ്കിലും അത് ഒരാഴ്ചക്കുള്ളിൽ പണിത് ഇവിടെ ഇട്ട് നോക്കി അതിന്റെ മാച്ചിങ് നോക്കി ഒക്കെ സെറ്റാക്കി പോകാന്നുള്ളതാണ്. മറ്റേ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങുകയാണ് മാനുഫാക്ചറിംഗ്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് റീറ്റെയിലിലേക്ക് സപ്ലൈ ആണ്. എന്താണോ ഡെയിലി ഇങ്ങനെ സപ്ലൈ ആണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്ത് വാങ്ങാം എന്നത് ഒരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു റീജിയണൽ ബോച്ചെ ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഇവിടെ തുടങ്ങാൻ കാരണം. പിന്നെ അതിന്റെ ടെക്നോളജി വൈസ് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നതാണ്. ലൈറ്റ് വെയിറ്റ് കളക്ഷനിലും നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് ഷോറൂമുകളിലൊക്കെ ഉള്ളത് നമ്മൾ ഹെവി വെയിറ്റ് എന്താണോ അത് തന്നെയാണ്. ഇപ്പൊ എന്താ പറയാ, ഒരു 5 പവന്റെ ഡയമണ്ട് ഗോൾഡ് ആഭരണമാണെങ്കിൽ അത് വെറും 1.5 പവനിൽ വരെ ലൈറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കാം ഓർഡർ ചെയ്താൽ. അപ്പോൾ എക്കണോമി വെയിറ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യാം. ആണ് പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് ഫാസിസ്റ്റ് സർക്കാരിനും ജനവിരുദ്ധ നയങ്ങളിൽ നിന്നും പുറകോട്ടു പോകേണ്ടി വരുമെന്ന് CPI സെക്രട്ടറി ബിനോയ് വിശ്വം. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് പറഞ്ഞതായുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് സാംസ്കാരിക വിഭാഗം നേതാവ് MA ഷഹനാസ്. കോഴിക്കോട് കോർപ്പറേഷൻ 49-ാം ഡിവിഷൻ ബേപ്പൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗം മുറുകി. മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് കൈത്താങ്ങായി CSOയുടെ 18ാമത് വീടിന് തറക്കല്ലിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.